മലപ്പുറം തിരുവാലി റോഡരികിൽ കാട്ടിൽ ഒളിപ്പിച്ച നിലയിൽ 2 ചാക്ക് വിദേശ മദ്യം കണ്ടെടുത്തു. 2 ചാക്കുകളിലായി സൂക്ഷിച്ച 66 കുപ്പി വിദേശ നിർമ്മിത മദ്യമാണ് പിടിച്ചെടുത്തത്. മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി തൊഴിലുറപ്പ് ജീവനക്കാരും കുടുംബശ്രീ പ്രവർത്തകരും ചേർന്ന് കാട് വെട്ടുന്നതിനിടയിലാണ് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ചാക്കുകൾ കണ്ടെത്തിയത്. മഴക്കാല പൂർവ്വ ശുചീകരണത്തിനിടയിലാണ് 65 കുപ്പി മദ്യം കണ്ടെത്തിയത്. തിരുവാലിയിലാണ് സംഭവം. ഇത് രാവിലെ ഈ ശുചീകരണ പ്രവൃത്തിക്ക് വേണ്ടി കുടുംബശ്രീ പ്രവർത്തകർ വന്ന് ആ ഒരു പ്രദേശം വൃത്തിയാക്കുമ്പോഴാണ് ചാക്കിൽ കെട്ടിവെച്ച മാലിന്യങ്ങൾക്കിടയിൽ ഈ ഒരു ചാക്ക് കൂടി കണ്ടെത്തിയത്. മറ്റു ചാക്കിലൊക്കെ തന്നെ മാലിന്യങ്ങളായിരുന്നു. ഹരിതകർമ്മ സേനാ പ്രവർത്തകരൊക്കെ ശേഖരിച്ച മാലിന്യങ്ങളൊക്കെ ആയിരുന്നു. അതിനിടയിലാണ് ഒരു ചാക്കിൽ 65 കുപ്പി മദ്യം കണ്ടെത്തിയത്. ഇത് മാഹിയിൽ മാത്രം വിൽക്കാൻ അനുവാദമുള്ള ബ്രാൻഡിയാണെന്നാണ് പോലീസ് പറയുന്നത്. വിൻഗോസ് എന്ന ബ്രാൻഡി. അതിൻ്റെ രേഖപ്പെടുത്തിയ വില 200 രൂപയാണ്. പക്ഷേ അതൊരു പക്ഷേ ഇവിടെ മറച്ചു വിൽക്കാനും കരിഞ്ചന്തയിൽ വിൽക്കാനും ഒക്കെയാണ് ഇത് കൊണ്ടുവന്നതെന്ന് പോലീസ് കരുതുന്നുണ്ട്. എന്നാണെങ്കിൽ ഇത് ആര് കൊണ്ടുവച്ചു എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതയുമില്ല. ആ പ്രദേശം ഒരു ഉൾനാടൻ പ്രദേശമാണ്. അവിടെ നിന്ന് CCTVയോ മറ്റേ നിരീക്ഷണ സംവിധാനങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ മാഹിയിൽ നിന്നും ആരെങ്കിലും മൊത്തമായിട്ട് ഇതൊരു ചില്ലറ കച്ചവടത്തിന് വേണ്ടി കൊണ്ടുവന്ന് ഒളിപ്പിച്ചതാകാനാണ് സാധ്യത. ആവശ്യക്കാർക്ക് വേണ്ട സമയത്ത് എടുത്തു കൊടുക്കുക എന്ന തരത്തിലായിരിക്കാം ഒരുപക്ഷെ ഇതിൻ്റെ വിൽപ്പന തന്ത്രമുണ്ടാവുക. എന്താണെങ്കിലും പോലീസ് കേസ് എടുത്തിട്ടുണ്ട്. ആരെയും പ്രതി ചേർത്തിട്ടില്ല. കാരണം ആര് കൊണ്ടുവച്ചു എന്ന് ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. പക്ഷേ അനധികൃതമായ അളവിൽ മദ്യം കൈവശം വെച്ചതിനും മാഹിയിൽ മാത്രം വിൽക്കാൻ അനുവാദമുള്ള മദ്യം കേരളത്തിൽ കൊണ്ടുവന്നതിനൊക്കെയാണ് പോലീസ് കേസ് ചാർജ് ചെയ്തിട്ടുള്ളത്. എന്നാണെങ്കിലും ഈ ഒരു മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ഇനിയും ഒരുപാടിടങ്ങളിൽ നടക്കുമ്പോൾ സമാനമായ തോതിലുള്ള കണ്ടെത്തലുകൾ ഉണ്ടാകുമോ എന്നാണ് പോലീസ് ചോദിക്കുന്നത്. പ്രത്യേകിച്ച് ഈ ഒരു പ്രദേശം അതിനടുത്ത് ബീവറേജുകളൊന്നുമില്ല. വണ്ടൂരും മഞ്ചേരിയുമാണ് ഈ പ്രദേശത്തിനടുത്തുള്ള ബീവറേജ് കേന്ദ്രങ്ങളുള്ളത്. പക്ഷേ ഇത് കൃത്യമായി മാഹിയിൽ നിന്ന് കരിഞ്ചന്തയിൽ വിൽക്കുവാൻ വേണ്ടി കൊണ്ടുവന്ന മദ്യമാണെന്ന് പോലീസ് എന്തിനാണെങ്കിലും മനസ്സിലായിട്ടുണ്ട്. ഇതിനെ സംബന്ധിച്ചുള്ള കൂടുതൽ അന്വേഷണം പുരോഗമിക്കുകയാണെന്നാണ് എടവണ്ണ പോലീസ് അറിയിച്ചിട്ടുള്ളത്. CV അനുമോദ്, News 18.